നമുക്ക് സ്ലീവ് ഷോൾഡറിൽ വച്ച് തയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഈ പോയിന്റ് വെച്ചിട്ട് സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ വയ്ക്കുക. കണ്ടോ, ഞാൻ കറക്റ്റ് ഇതവിടെ ചെറിയ നോട്ട്സ് എടുക്കും കേട്ടോ. എന്നിട്ട് ആ നോട്ട്സ് എടുത്ത് നമ്മൾ ചുരിദാറ് നെക്ക് തയ്ച്ച് അടിച്ച് മറിച്ച് പാക്കടിച്ച് ഷോർട്ട് പോട്ട് പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ ഈ സെൻറ്റർ വെച്ചിട്ട് ഹൈറ്റ്, അതായത് ഈ സെൻറ്റർ വയ്ക്കുന്ന കാരണം എന്താ, നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടിയ ഭാഗമാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മുകൾ ഭാഗത്ത് നമ്മളിങ്ങനെ കറക്റ്റ് വയ്ക്കണം. ആ സെൻറ്റർ പോയിന്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം പ്രഷർ ഫുട്ട് അളവിൽ അടിച്ചെടുക്കാം കേട്ടോ. പ്രഷർ ഫുട്ട് അളവ്, പ്രഷർ ഫുട്ട് നമ്മളിങ്ങനെ അകത്ത് വെച്ചിട്ട് നേരെ 1 ഇഞ്ച് നേരെ തയ്ക്കണം. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാം, 1 ഇഞ്ച് നേരെ ഇങ്ങനെ തയ്ച്ച് വരണം കേട്ടോ. ആ 1 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ പോയിന്റ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ 1 ഇഞ്ച് നേരെ തയ്ച്ച് വരണം എന്ന് പറയുന്നത് കേട്ടോ. സ്ലീവിൻ്റെ കട്ടിങ്ങും വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ മതി, കിട്ടും കേട്ടോ. ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ മച്ചടിക്കുക കേട്ടോ. ഞാൻ ഈ സ്ലീവിൻ്റെ കൈ പിടിച്ചേക്കുന്നുണ്ടോ കേട്ടോ. ഈ ഫിംഗറിൽ നമ്മളിങ്ങനെ പിടിച്ചേക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം എന്താണെന്നറിയോ, നമുക്ക് ഈ പോയിന്റിന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആക്കി കൊടുക്കണം. എങ്കിലേ ക്ലിയർ ആയിട്ട് വയ്ക്കും, ഷേപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. പ്രഷർ ഫുട്ട് അളവിൽ തയ്ക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, ബാറ് പൊക്കിയിട്ട് തിരിച്ച് നമ്മളത് ഇങ്ങോട്ട് കൊടുക്കാം. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്, അതായത് അടിയിലെ പീസ് കയറി പിടിക്കുന്നത്. നമ്മളിങ്ങനെ വെച്ചിട്ട് താഴെ പീസിലൊക്കെ അകത്തേട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ചെയ്തിങ്ങനെ കൊടുക്കും. താഴെ പീസ് കയറി പിടിച്ചേട്ടൊന്ന് ചെക്ക് ചെയ്യണേ. ഇവിടെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ.